അങ്ങനെയൊന്നുമില്ല. ഏയ് ഈ ആഴ്ച ഇന്റേണൽസാ. എനിക്ക് പേടിയാവുന്നു. അതിലെന്താ ഇത്ര പേടിക്കാൻ? ഇയാൾക്ക് അങ്ങനൊക്കെ പറയാലോ, ഒന്നും പഠിക്കാനില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാനോ പ്രോജക്റ്റ് ടൈപ്പ് ചെയ്യാ. എന്തേ ടൈപ്പിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടോ? എന്നാ ഒന്ന് കാണാൻ പറ്റുക? നെക്സ്റ്റ് വീക്ക് എക്സാംസ് കഴിയും. ആഹാ, എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ വേണ്ട. അതെന്താ? ഞാൻ അങ്ങോട്ട് വരാം. എന്റെ കസിൻസ് എറണാകുളത്തുണ്ട്. അപ്പൊ ഇനിയും കാത്തിരിക്കണല്ലേ? ശരി, ഗുഡ് നൈറ്റ്. അയ്യോ വേറൊന്നുമില്ലേ? ഏത് ഇന്റേണൽസിന്റെ കാര്യ നീ പറഞ്ഞത്? ഞാൻ ചുമ്മാ പറഞ്ഞാടോ. ഇതിപ്പോ എത്രാമത്തെ ആളാ നിന്റെ? ഇതൊക്കെ ഒരു രസമല്ലേ മോളെ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇമ്മാതിരി പരിപാടിക്ക് നിന്നാ നിന്റെ വീട്ടിൽ ഞാൻ അറിയിക്കും. കേട്ടോ? ഹലോ വിശാൽ, ഞാൻ എത്തിട്ടോ. എവിടെത്തി ഇപ്പോ? ഞാനിപ്പോ സൗത്തിലെത്തി. ഓ ഗോഡ്, ഈ നേരത്തെ അവിടെ? ശരി, ഞാൻ ഉടനെ വരാം. യു വെയിറ്റ്. അയ്യോ വേണ്ട, നേരെ ഒരുപാടായില്ലേ? അതുപോലെ കസിൻ ഇപ്പൊ എത്തും. നമുക്ക് നാളെ കാണാം. ആ ശരി. ഓക്കെ ബൈ. ഹായ്. ഹായ്. ഹലോ ഹലോ ഗീതു, നീ എവിടെ ഇപ്പോ? സോറി വിശാൽ, ഞാനിപ്പോ മറൈൻ ഡ്രൈവിലാണ്. കസിന്റെ കൂടെയാടാ. എന്നാ പിന്നെ കാണാം. ഏയ്, നീ വിചാരിക്കുന്ന പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. He just wanna meet you. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാ വിശാൽ. ആൻഡ് ദിസ് ഇസ് രാജീവ്. ഹലോ. ഹലോ. നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ? നിങ്ങൾ സംസാരിച്ചിരിക്കേ. ബൈ ഗീതു. വൈകിയാ ഞാൻ വിളിക്കുവേ, പിക്ക് ചെയ്യാൻ വരണം. ഓക്കേ.
ഐ എം വെരി ലക്കി ഗീതു. തന്നെ പോലൊരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വിശാൽ, ഞാൻ സീരിയസ് ആയ ഒരാളേ അല്ല. എപ്പോഴും ചിരിക്കണം. അതിന് ഞാനും ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. ടു ടോക്ക് ആൻഡ് ലാഫ് ടുഗദർ. എനിക്ക് തോന്നി അത് വിശാലാണെന്ന്. സോ ഐ കെയിം. സോറി, ഇറ്റ്സ് മൈ ബോസ്. It's okay. ഞാൻ ഇപ്പോൾ വരാം. ഹലോ റോഷൻ. ഹലോ, നീ എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ വിളിക്കണു? ഞാൻ കണ്ടില്ല, പഠിക്കായിരുന്നു അച്ഛാ. നെക്സ്റ്റ് വീക്ക് എക്സാംസ് ഉണ്ട്. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഹോസ്റ്റലില്ല, മീനുന്റെ വീട്ടിലാ. ഗീതു, ഇത് ഞാനാ, മീനു. നീ എവിടെയാ? അച്ഛനും അമ്മയ്ക്ക് ഇവിടെ പേടിച്ചിരിക്കുവാ. ഹലോ ഗീതു, ഹലോ ഹലോ. എന്തു പറ്റി ഗീതു? എനി പ്രോബ്ലം? എടാ, നീ എന്നെ പെട്ടെന്നൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുവോ? എന്താ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന്? അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാ, സെക്കൻഡ് അറ്റാക്ക്. എനിക്ക് വേഗം വീട്ടിലെത്തണം. അതിനിപ്പോഴേതാ ട്രെയിൻ? യു ബെറ്റർ ഗോ ബൈ എ ടാക്സി. പ്ലീസ് ഹെൽപ്പ് മീ വിശാൽ. ഓക്കെ ഓക്കെ. ഹലോ എടാ, അവള് പറയുന്ന അവളെ ഇപ്പം വീട്ടിൽ കൊണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ആ, ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ നമ്മുടെ സേവറിനെ അങ്ങോട്ട് വിടാം. സേവിയോ? ആ, അയാള് നമ്മുടെ ഒരു ഗഡിയാ. അവൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റിയ ഒരാളാ. ആ ഓക്കെ ഓക്കെ, നീ പെട്ടെന്ന് വിട്. ഇത്രയും ദൂരം കാറിൽ വരാന്ന് വിചാരിച്ചിട്ട് നന്നായി. നിന്റെ ആ പഴയ നമ്പർ മാറിയല്ലേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് ഈ വണ്ടിയിൽ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. അധികം ഒച്ച വെക്കണ്ട, നമ്പർ ഞാൻ തരാം. നീലക്കൺപീലികളിൽ ഏതപൂർവചാരുത ഏതപൂർവനിന്ദിമ നീലക്കടമ്പുകളിൽ നീലക്കൺപീലികളിൽ ഏതപൂർവചാരുത ഏതപൂർവ. തലോത്ത് ഞാൻ പോട്ടെ. എന്നാലും ഇത്രയും ദൂരം കൂടെ വന്നിട്ട് ഞാൻ കൂടെ വരാം. വേണ്ട വിശാൽ, ഇപ്പൊ വേണ്ട. അച്ഛനൊന്ന് തിരിച്ചെത്തട്ടെ, എന്നിട്ട് മതി. ഞാൻ പോവാ. ബൈ. ആ. ചേട്ടാ പോവാം. ആ പോവാം. ആ പോ.
ഹലോ റോഷൻ. നിങ്ങളിപ്പോ എവിടെയാ? അപ്പൊ നീ അവളുടെ ഞാൻ അവളുടെ ആരുമില്ല, ഒരു വൺ നൈറ്റ് സെറ്റപ്പ് മാത്രം. ആ, നീ അവളെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ കുഴപ്പം നിനക്ക്. അവള് പുല്ല് പോലെ നിന്നെ ഒഴിവാക്കും. ഷീസ് ആൻ എക്സ്പെർട്ട്. നീ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. dirty bitch.